is not coming to the assembly because the head is bringing him. തല സഭയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടല്ല ആ വ്യക്തി വരുന്നത്. ഇതെന്തിനാ വന്നത്? ദേഷ്യം കൊണ്ട്. പുള്ളിയുടെ ഇഷ്ടം അവിടെ നടക്കാത്തത് കൊണ്ട് നടക്കുന്ന സ്ഥലം നോക്കി വന്നതാ. മനസ്സിലായോ? So he fought there, and today for 6 months he said, "What a beautiful preaching, Brother Joy. We have never heard this." After 6 months, he will tell, "Look at this man. He says he is this, he is that. He's taken 3 hours to preach on Sunday morning." ഇങ്ങനെയുള്ള ആൾക്കാർ സഭയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ വളരെ ശാന്തന്മാരായിട്ടിരിക്കും. പിന്നീട് പത്തിയൊക്കെ വിടത്തി എഴുന്നേൽക്കും. ഈ പാസ്റ്റർ നോക്ക്, ജോയി 3 മണിക്കൂറാണ് പ്രസംഗിക്കുന്നത്, അവരെ നോക്ക് ഇവരെ നോക്ക് എന്ന് പറഞ്ഞ് മറ്റുള്ള വിശ്വാസികളുടെ മനസ്സിൽ പോയിട്ട് പലതും പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിനെ തിരിക്കുവാൻ ശ്രമിക്കും. What is the reason? കാരണം എന്താണെന്ന് അറിയാമോ? The head has not got him. കാരണം തല അവരെ അങ്ങ് സഭയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. You know one thing? ഒരു കാര്യം അറിയാമോ? I see the father as a recruiting officer in the Bible. വേദപുസ്തകത്തില് നമ്മുടെ പിതാവ് എന്ന് പറയുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവ് ഒരു റിക്രൂട്ടിംഗ് ഓഫീസറാണ്. You know what the Bible says? എന്താ വേദപുസ്തകം പറയുന്നത്? The Lord Jesus Christ says in John chapter 6. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ഇങ്ങനെ He പറയുന്നു. says, "Whom the Father giveth to me." Amen. പിതാവ് എനിക്ക് തന്നവരെയൊക്കെ no man can pluck them out of my hands. ആർക്കും എന്നിൽ നിന്ന് എടുത്തോണ്ട് പോകാൻ പറ്റിയില്ല. Please read that. Let's turn to that scripture. John chapter 6. It's a beautiful scripture portion. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം verse 37. 37-ാമത്തെ വാക്യം. Yeah. All that the Father gives me shall come to me. Yeah, come to me. And the one who comes to me, I will certainly not cast out. Yeah, I will not cast out. എനിക്ക് പിതാവ് എനിക്ക് തരുന്നതൊക്കെ എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാൾ തള്ളിക്കളയില്ല. അപ്പൊ നമ്മളൊക്കെ എന്താ ഒരു നാളും തള്ളിക്കളയില്ല എന്നുള്ളത് എഴുതി വെക്കും വീട്ടിലൊക്കെ. അപ്പൊ അതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്. പിതാവ് എനിക്ക് തരുന്നത് ഒക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരും. Praise the Lord. യേശു കർത്താവിന്റെ മിനിസ്ട്രി നോക്കി വലിയ സന്തോഷമാണ്. ഇന്നത്തെ സുവിശേഷം ലോകത്തിൽ ഓടി പാഞ്ഞ് എലി നടക്കുന്ന പോലെയല്ല. പുള്ളിക്ക് വലിയ സന്തോഷമുണ്ടു. പിതാവ് തരുന്നവരൊക്കെയും എനിക്ക് തരും, എന്റെ അടുക്കൽ വരും. റിപ്പോർട്ടും വായിക്കണ്ട, 12 മണിക്ക് ടൈപ്പിംഗും ചെയ്യണ്ട. എന്ത് സന്തോഷമാണെന്നറിയോ? It's such a beautiful ministry. Whosoever the Father will give me, they will come to me. പിതാവ് എനിക്ക് തരുന്നവരെയൊക്കെയും എന്റെ അടുക്കൽ വരും. അതല്ലാതെ വേറെ ഒരു മത്സരം നടത്തേണ്ട ആവശ്യമില്ല. In John chapter 6, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം what do you see? എന്താ കാണുന്നത്? We see that some people were angry with the Lord Jesus Christ. യേശുക്രിസ്തുവിനോട് ദേഷ്യമുള്ള ചില ആൾക്കാരെ ഇവിടെ കാണുന്നത്. And they were getting more and more angry. കൂടുതൽ ദേഷ്യം ഉണ്ടാകുകയും And the Lord Jesus Christ made them still more angry. കുറെ കൂടി അവർക്ക് ദേഷ്യം പിടിപ്പിക്കുകയും. As you read John chapter 6, we read that. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ They സാധിക്കും. were very angry. അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. When they came for meeting, മീറ്റിംഗ് വന്നപ്പം he did not tell them praise the Lord. അവരോട് പ്രൈസിലോ അല്ല പറയാൻ But what he said? അവരോട് എന്താ പറഞ്ഞറിയാമോ? You came for meeting in order to eat fish and chips. നിങ്ങൾ മീറ്റിംഗിന് വന്നത് മീനൊക്കെ തിന്നാനാണ്. So they were actually angry. അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. And afterwards he said, അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, labor for the meat that will give you eternal life. നിങ്ങൾക്ക് ജീവൻ തരുന്ന നിത്യജീവൻ തരുന്ന ഭക്ഷണത്തിനായി പരിശ്രമിപ്പീൻ എന്നാണ് So പറഞ്ഞത്. they were angry with him. യേശുവിനോട് അവർക്ക് ദേഷ്യം തോന്നി. So he said, യേശു പറഞ്ഞു, I am the bread that came from heaven. സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു പറഞ്ഞു. And your fathers ate me. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഭക്ഷിച്ചു എന്നും They പറഞ്ഞു. were already angry, they got more angry. ആദ്യമേ ദേഷ്യമായിട്ടിരിക്കുകയായിരുന്നു, പിന്നീട് കുറഞ്ഞു ദേഷ്യം കൂടി. And afterwards he said, അതിനുശേഷം അവർ പറഞ്ഞു, before Abraham was, I am. അപ്പൊ യേശു ഒന്നുകൂടെ ദേഷ്യം കൂട്ടാൻ പറഞ്ഞു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. 33 വയസ്സാകുന്നു. They were very angry with him. അവർ അധികം ദേഷ്യമായി. Then he said to them, അവരോട് യേശു പറഞ്ഞു, you do not eat my flesh and drink my blood, you got no part with me. നിങ്ങൾ എന്റെ ശരീരം തിന്നി എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോടുകൂടെ യാതൊരു പങ്കും ഉണ്ടാവുകയില്ല. So what happened? എന്താ സംഭവിച്ചത്? We see in the scriptures, വേദപുസ്തകം നമ്മൾ കാണുന്നത്,
We see in the scriptures they got really angry and they walked out from the Lord Jesus Christ. വേദത്തിൽ കാണുന്ന കൂടുതൽ ദേഷ്യമുള്ളവരായി അവർ യേശുവിന്റെ അടുക്കൽ നിന്ന് നടന്നുപോയി. They got really angry with the Lord. യേശുവിനോട് അവർക്ക് ഭയങ്കര ദേഷ്യം തോന്നി. But Jesus Christ was not worried about it. യേശുക്രിസ്തുവിനെ അതിനെക്കുറിച്ച് യാതൊരു ഒരു പരിഭ്രാന്തിയും. You know what is the reason? എന്താ കാരണം അറിയാമോ? He knew that all that the Father will give to him, they will come to him. യേശുവിന് അറിയാമായിരുന്നു പിതാവായ ദൈവം തരുന്നവരൊക്കെ അവരുടെ അടുക്കൽ വരുമെന്ന്. Yeah, so we see that the Father will give to the body of Christ in this place true brothers and sisters who are ordained and ordered of the Lord. Amen. ഇവിടെയുള്ള പ്രാദേശിക സഭയിലെ അവയവങ്ങളാകുവാനുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെ അഭിഷേകം ചെയ്യപ്പെട്ട നിയുക്തമാക്കപ്പെട്ട വിശ്വാസികളെ ദൈവം പിതാവായ ദൈവം കൊണ്ടുവന്ന് ചേർക്കും. The head places the members in the body as it pleases him. God pleases me. Amen. ദൈവം ശരീരത്തിലെ അവയവങ്ങളെ അവന്റെ ഇഷ്ടപ്രകാരം വെവ്വേറെയായി അവരുടെ സ്ഥാനങ്ങളിൽ വയ്ക്കും. എന്റെ ഇഷ്ടപ്രകാരം അല്ല. Praise the Lord. Praise the Lord. Now after having got into married life, വിവാഹ ജീവിതത്തിന് ശേഷം one fine morning you feel that the face of your wife is not very good. ഒരു ദിവസം രാവിലെ എഴുതാൻ തോന്നുകയാണ് ഭാര്യയുടെ മുഖം അത്ര നല്ലതല്ല. So now look, you go your way, I want to go my way. ഭാര്യയോട് പറയാം, ഒരു കാര്യം ചെയ്തു, ഇന്ന് മുതൽ നീ നിന്റെ വഴിക്കൂടെ പോകും, ഞാൻ എന്റെ വഴിക്കൂടെ പോകാം. No, the Lord has given her to me. Praise God. എനിക്കറിയാം പിതാവായ ദൈവമാണ് അവളെ എനിക്ക് നൽകിയിരിക്കുന്നത്. Whether the face is good or bad, മുഖം ശരിയായാലും കൊള്ളാം മോശമായാലും കൊള്ളാം. or the children cannot say like this. അല്ലെങ്കിൽ മക്കൾക്ക് പറയാൻ പറ്റിയ ഇങ്ങനെ, Daddy, now we know French, German and English. Now you don't know English also. And therefore we would like to have a transfer for you. ഡാഡി ഞങ്ങൾക്ക് ഫ്രഞ്ചും ജർമ്മനും ഇംഗ്ലീഷും ഒക്കെ ഇപ്പൊ അറിയാം. ഡാഡിക്ക് ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഡാഡി ഞങ്ങൾക്ക് സ്ഥലം മാറ്റി വേറെ ആളെ ഇവിടെ ആക്കണമെന്ന് We can't do like that. ഒരിക്കലും അങ്ങനെ But what is happening in the churches today? ഇന്നത്തെ സഭകളിൽ എന്താ സംഭവിക്കുന്നത്? You get into a tug with the pastor. പാസ്റ്ററുമായിട്ട് ഒരു വടംവലി വരുമ്പോ പോയില്ലെങ്കിൽ ഞാൻ എഴുതും. എങ്ങോട്ട് എഴുതും? Head office. I don't like your face now these days. I can't prophesy when I see you. നിങ്ങളുടെ ഫേസ് കാണുമ്പോഴേ എനിക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. ഇഷ്ടമില്ല. Church world has become a kind of a circus company. ആത്മീയ ലോകം എന്ന് പറയുന്നത് ശരിക്കും ഒരു സർക്കസ് കമ്പനി തന്നെയാണ്. It is so, beloved, come with me, Kerala, I will show you some places. Maybe in Bangalore also, I don't know. കേരളത്തിൽ ഒരാളെ കാണിക്കാം. And I want to tell you, beloved, we should run away from all this entertainment world today. ഇന്നത്തെ ആത്മീയ ലോകത്ത് ഉല്ലാസഭരിതമായ ഈ ചിന്താഗതിയിൽ നിന്ന് ഓടി അകലേണ്ടതായിട്ടുണ്ട്. Today we see all kinds of things happening. ഇന്നത്തെ ആത്മീയ ലോകത്ത് എല്ലാവിധമായ കാര്യങ്ങളും സംഭവിക്കുന്നു. That is why we say it is not a body, but it is an organization and a management corporation. അതുകൊണ്ടാണ് പറയുന്നത് ശരീരമല്ല, പിന്നെയോ ഇതൊരു സംഘടനയും അല്ലെങ്കിൽ വേറെ മറ്റും പറയുകയാണെങ്കിൽ ഇതൊരു കോർപ്പറേഷൻ, മാനേജ്മെന്റ് കോർപ്പറേഷൻ. When I was in the Air Force, we used to have the commanding officer, then the adjutant, then we used to have the SIDO, and we used to have the station warrant officer, and all these organizations. But many churches are functioning in this way. അനേക സ്ഥലങ്ങളിൽ സഭയെന്ന് പറയുന്ന സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. It is not functioning as a body. അത് ശരീരമായിട്ടല്ല And പ്രവർത്തിക്കുന്നത്. so, beloved, we need to know that whom the Lord will bring, amen, they will come and they will be built together with you. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിന് താല്പര്യമുള്ളവരെ ദൈവം കൊണ്ടുവന്ന് സഭയോട് ചേർത്ത് അവരെ നമ്മോട് ഒന്നിച്ച് പണിയും. You know, when somebody new comes to the assembly, ആരെങ്കിലും പുതുതായിട്ട് കൂട്ടായ്മ വരുമ്പോ we always ask them, ഞങ്ങള് എപ്പോഴും അവരോട് we ചോദിക്കും, always give them a time അവർക്ക് ഒരു സമയം കൊടുക്കും for them to pray. അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. Decide where the Lord wants you to go. എവിടെയാണ് നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോകണമെന്ന് Please pray. പ്രാർത്ഥിക്കുക. Please pray. പ്രാർത്ഥിക്കുക. We don't want your appreciation of the message and you have a beautiful church, you know. നല്ലൊരു സഭയുണ്ടല്ലെങ്കിൽ മെസ്സേജ് നല്ലതാണെന്നുള്ളതായാലും അഭിനന്ദനം ഒന്നും ഇവിടെ ആവശ്യമില്ല. We don't want that. അവർ അഭിനന്ദനം ആവശ്യമില്ല. But brother, please pray. സഹോദരൻ യഥാർത്ഥത്തോട് പ്രാർത്ഥിക്കുക. And if the Lord tells you to come, please come. Amen. ദൈവം നിങ്ങളോട് വരണമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദയവായി വായോ. And then come. അതിനുശേഷം വായോ. And then come and commit yourself to the body. Amen. വന്ന് നിന്നെ തന്നെ ശരീരത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക. Let you have some roots deep down. നിങ്ങൾക്ക് ആഴത്തിലേക്ക് ചില വേരുകൾ ഓടേണ്ടതായി. Many people don't want to have roots. അനേക ആൾക്കാർക്കും ഈ വേരുകൾ ആവശ്യമില്ല. And a വേരുണ്ടെങ്കിൽ പറിക്കാൻ പ്രയാസം. They can't run away. But we always tell that if the Lord has led you, then please come.
ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കുന്നെങ്കിൽ ദൈവമായിട്ട് വരണം. Otherwise, what will happen? അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? If he feels little difficult, അല്പം വിഷമം തോന്നുന്ന സമയത്ത് അദ്ദേഹം, or if he rubs with somebody wrongly, ആരോടെങ്കിലും ഒന്ന് സ്പർശിച്ച് ഉരസി പോയാ, then he will go home and sit there with self-pity as his babysitter. Babysitter of the devil, yeah, for no payment, yeah. It's very difficult, all right. So we see that there are many people who get offended, and the pastor will have to make 10 times visits to him. Brother, 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 brother. ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് ഇടറി പോകുന്നവര്. പാസ്റ്റർ 100 പ്രാവശ്യം പോയാലും ശരിയാകാത്തവരായിട്ടുള്ളൂ. So beloved brothers and sisters, പ്രിയമുള്ള സഹോദര സഹോദരി, there is only one reason, or there are only two reasons to tell you why a man should leave one local church and go to another local church. രണ്ട് കാരണങ്ങളാലാണ് ഒരു വ്യക്തി ഒരു പ്രാദേശിക സഭയെ വിട്ട് ഒരു സഭ വിട്ടിട്ട്, ഇന്ന് സഭയെന്ന് പറയാൻ പറ്റില്ല, സംഘടനകളെ വിട്ടിട്ട് കർത്താവിന്റെ സഭയിലേക്ക് വരുവാണ്. What are these two reasons? അതിന്റെ യഥാർത്ഥ രണ്ട് കാരണങ്ങൾ. Number one, ഒന്നാമത് for spiritual reason. ആത്മീയ കാരണം. Why? Now I was in a brethren assembly. ഞാനൊരു ബ്രദറിനും കൂട്ടായ്മയിലായിരുന്നു. Now the Lord convicted me about the Holy Spirit baptism. എന്നോട് ദൈവം ആത്മാഭിഷേകത്തെ കുറിച്ച്, The Lord baptized me in the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു. And so when I was baptized in the Holy Spirit, ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ I desired to go to a place where the baptism of the Holy Spirit is taught and practiced. ആത്മാഭിഷേകത്തെ കുറിച്ച് പഠിപ്പിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ ഞാൻ തീരുമാനമെടുത്തു. A people who walk in the realities of this truth. ഈ സത്യങ്ങളുടെ യാഥാർത്ഥ്യം നടക്കുന്ന ഒരു ജനത്തെ കണ്ടെത്തി അവരോട് നടക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. Therefore, I left that brethren assembly. I went to a house of God where the truth is taught and practiced. അതുകൊണ്ട് ആ ബ്രദറിന് അസംബ്ലി വിട്ടിട്ട് ഞാൻ ഈ സത്യങ്ങൾ പഠിപ്പിച്ചതായുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. That means the Lord is leading me. Yes. അതിന്റെ കാരണം എന്നെ ദൈവമാണ് നയിക്കുന്നത്. The Lord is leading me. Yeah. ദൈവമാണ് എന്നെ നയിക്കുന്നത്. The Lord led me from that assembly to go to an assembly where I can be established in the truth of God's word. അത് ദൈവമാണ് ആ കൂട്ടായ്മയിൽ അസംബ്ലി തന്നെ വിട്ട് ദൈവത്തിന്റെ ആ സത്യപ്രകാരം സ്ഥാപിക്കപ്പെടുവാനായിട്ടുള്ള ഒരിടത്തിലേക്ക് എന്നെ കൊണ്ടുപോയത്. Second reason, രണ്ടാമത്തെ കാരണം, why a man would leave a church and go to another place. എന്തുകൊണ്ട് ഒരു വ്യക്തിയുടെ സഭ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് The ചോദിച്ചാൽ, second reason is രണ്ടാമത്തെ കാരണം that I am transferred from one place to the other. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി. Geographically, I am transferred from Bangalore to one place called Kundigram. In Assam. ബാംഗ്ലൂരിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ആസാമിലുള്ള സ്ഥലത്തേക്ക് എന്നെ സ്ഥലം മാറ്റിയാണ്. Now there is no church. I can't come on Sunday to Bangalore to attend worship. ഞായറാഴ്ച ബാംഗ്ലൂർ വന്ന് എനിക്ക് ആരാധന പങ്കെടുക്കാൻ പറ്റി. For that reason, അതുകൊണ്ട് ആ കാരണം കൊണ്ട് I may pray to the Lord and go and give myself to a local assembly there. Amen. എന്നെ ഞാൻ പ്രാർത്ഥിച്ച് അവിടെയുള്ള ഒരു ലോക്കൽ സഭയിലേക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. These are the two reasons why a man can leave one local church. ഇതാണ് രണ്ട് കാരണങ്ങൾ ഒരു പ്രാദേശിക സഭയിൽ ഒരു വ്യക്തി വിടാനുള്ള കാരണങ്ങളായിരിക്കും. But if you have fought with somebody or you have difficulties with somebody and then leave, that is not the true and the right leaving of God. ആരോടെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലും അനിഷ്ടം തോന്നിയിട്ടോ വിടുകയാണെങ്കിൽ അതൊരിക്കലും യഥാർത്ഥമായ ഒരു വേർപാടല്ല. അങ്ങനെയല്ല നമ്മുടെ സഭ വിട്ടു പോകേണ്ടത്. That clear to us? ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ടോ? So we have to be very careful. അതുകൊണ്ട് നമ്മൾ വളരെ If സൂക്ഷിക്കുന്നതായിരിക്കും. somebody comes in, നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ we have to find out why, what happened, brother. എന്താ സംഭവിച്ചു, അല്ലെങ്കിൽ എന്താ സഹോദരി സംഭവിച്ചു. If that man says, ഈ മനുഷ്യൻ പറയാണ്, brother, I really love to grow in the Lord. സഹോദര, എനിക്ക് യഥാർത്ഥമായി കർത്താവിൽ വളരാൻ ആഗ്രഹമുണ്ട്. Lord has really shown me to come to this place. ഈ സ്ഥലത്തേക്ക് വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദൈവനോട് സംസാരിച്ചിരിക്കുകയാണ്. Well, then he is welcome. ആ വ്യക്തിയെ നമ്മൾ തീർച്ചയായും, കാരണം Because the Lord, the head, is bringing him, and he has to be obedient to be in the very place where the head will place him. Amen. തലയായ ദൈവം ആ വ്യക്തിയെ നയിച്ചിലേക്ക് കൊണ്ടുവരികയാണ്. ആ വ്യക്തി വരുന്ന വ്യക്തി തലയായവൻ എവിടെ ആ വ്യക്തി ആക്കുന്നു അവിടെയായിരുന്ന അതിൽ സംതൃപ്തരായിരിക്കാനായിട്ട് സാധിക്കും. I can tell you with all my heart, there are brethren who have come to the assembly who have been leaders in other assemblies. ഞാൻ പറയട്ടെ, മറ്റ് കൂട്ടായ്മകളിൽ നേതൃത്വത്തിൽ ഇരുന്ന ആൾക്കാർ പോലും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വന്നിട്ടുണ്ട്. But today they are just sitting down and listening to God's word. എന്നാൽ ഇന്ന് അവർ ശാന്തമായി വന്നിരുന്ന ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Praise the Lord. Amen. Now we need to learn this. ഈ കാര്യം നമ്മൾ പഠിക്കുന്നതായിട്ട്. Yeah, there is a time that God will anoint you, God will raise you up, God will send you forth. Amen. Yeah. ഒരു സമയം വരും, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ച് അയക്കുന്ന ഒരു സമയം വരും ശുശ്രൂഷിക്കും. Until then, humble thyself under the mighty hand of the Lord. അതുവരെ കർത്താവിന്റെ ബലമുള്ള കരത്തിന്റെ കീഴെ താണിരിക്കുക. Somebody will say, I got BD. It's all right. Sit down and listen. ഒരാൾക്ക് ബീഡി ഉണ്ടെന്ന് പറയണം, സൂക്ഷിക്കണം.
Tell him, brother, it doesn't matter whether you have BD or MD. Sit down and listen. Yeah. ബീഡി ആയാലും ശരി എം ഡി ആയാലും ശരി ശാന്തമായിട്ട് ഇത് ശ്രദ്ധിക്കാൻ പറയണം. Come and sit down and listen and understand what the Lord is saying here in the body. Yeah. വന്നത് ശ്രദ്ധിക്കുക മാത്രമേ വേഗാവൂ. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് Beloved brothers and sisters, we need to know that the Lord will place us according to His own pleasure in the body of Christ. കർത്താവിന്റെ സഭയാലുള്ള ശരീരത്തിൽ അവന്റെ താല്പര്യപ്രകാരം അവന്റെ ഇഷ്ടപ്രകാരം വിശ്വാസികൾ അതാത് സ്ഥലങ്ങളിൽ ആക്കി. And so we need to realize this one thing, that we cannot tell the head, look Lord, you see, look at my qualifications. You know, look at all that I can do in the natural. Now, why don't you think of placing me somewhere, you know, where I can be seen by you? അതുകൊണ്ട് നമുക്ക് കർത്താവിനടുത്ത് പോയി കർത്താവേ എന്റെ വിദ്യാഭ്യാസം നോക്കുക, എന്റെ കഴിവുകൾ നോക്കുക, അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൂടാ, അല്ലെങ്കിൽ അല്പം കൂടെ മെച്ചമായ ഒരു അനുഭവം ഒരു പദവി എനിക്ക് തന്നുകൂടാ എന്ന് ചോദിക്കാൻ പറ്റില്ല. ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. Amen. We need to know, primarily we all are called to be members joined together with one another and with the head, the Lord Jesus Christ. ഏറ്റവും അതിപ്രാധാന്യമുള്ളതായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അന്യോന്യം ബന്ധമുള്ളവരായി ശരീരമായി തലയുമായി ബന്ധത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. Now let me give you one example. ഒരു ഉദാഹരണം പറയട്ടെ. You know, in the local churches, when we look at the New Testament, പുതിയ നിയമ പ്രാദേശിക സഭകളെ നമ്മൾ നോക്കുമ്പോൾ we never see one man show. ഈ ഏക മനുഷ്യന്റെ പ്രകടനം അവിടെ കാണാൻ പറ്റില്ല. We never see one man show. ഒരിക്കലും ഏക മനുഷ്യന്റെ പ്രകടനം കാണാൻ It is പറ്റില്ല. always plurality. ബഹുത്വ ശുശ്രൂഷയാണ് കാണുന്നത്. It is always called elders in the local church. പ്രാദേശിക സഭയിൽ മൂപ്പന്മാരാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് എങ്ങനെയാണെന്ന് അറിയുമോ? ഒരു പാസ്റ്റർ, പിന്നെ 3-4 മൂപ്പന്മാർ, കമ്മിറ്റി, then the deacon, executive committee, church secretary, treasurer. But we never see that in the New Testament. അങ്ങനെയുള്ള വ്യവസ്ഥയിൽ പുതിയ നിയമ സഭയിൽ കാണുന്നതില്ല. In the New Testament, we see elders and deacons. പുതിയ നിയമ സഭയിൽ മൂപ്പന്മാരും Yeah. ശുശ്രൂഷകരും. Now, I'm not going into details, but I'm just giving you some idea so that you would know a little bit about it. And God permitting, God willing, we will study it in depth next time when we come. Okay? ഇതിന്റെ ആഴമായ പഠനത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഒരു ചെറിയ ഇത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത പ്രാവശ്യം പഠിക്കാം. God's order in the local family and the local church is the same. Praise God. ഒരു കുടുംബത്തിലും ഒരു പ്രാദേശിക സഭയിലുള്ള ദൈവത്തിന്റെ ഓർഡർ അല്ലെങ്കിൽ ക്രമം എന്ന് പറയുന്നത് ശരിയാ അല്ലെങ്കിൽ ഒന്നാണ്. Local church, local family. Okay? പ്രാദേശിക സഭ ഒരു കുടുംബം. And what do we have in the family? The Bible says Christ is the head of every man. Okay? Yes? ഏത് പുരുഷന്റെയും തല ക്രിസ്തു. So Christ is the head. Okay? Christ is the head of man. So man comes here. Okay? Man. And then says man is the head of every woman. Woman. Amen? Praise God. Some places it's different, all right? As one man said, one boy said, yeah, everyone is afraid of my father and my father is afraid of my mother. All right. And then we see the children, okay? Children. Now this is the order in the family. Is that all right? Yes. Okay. Is it scriptural? Yes, it is scriptural. Now we see the same order in the local church. Christ, ഇതേ ക്രമം തന്നെ നിങ്ങൾ പ്രാദേശിക സഭയിൽ കാണാൻ സാധിക്കും. Christ the head, ക്രിസ്തു തല, മൂപ്പന്മാർ ശുശ്രൂഷകർ അല്ലെങ്കിൽ ശുശ്രൂഷ ഉദ്ദേശിക്കുന്ന ഡീക്കൻസ് സഹായികൾ അല്ലെങ്കിൽ സ്തെഫാനോസ് ഒക്കെ ചെയ്തതുപോലെയുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ വിളിക്കപ്പെട്ടു. or and then the saints of God. അതിനുശേഷം കർത്താവിന്റെ വിശുദ്ധന്മാർ. Now this is the order, all right? ഇതാണ് വ്യവസ്ഥ. Now we can see that man is what? The father, right? നമുക്കറിയാം മനുഷ്യൻ അല്ലെങ്കിൽ കുടുംബത്തിൽ പുരുഷൻ എന്ന് പറയുന്നത് ഒരു പിതാവാണ്. Now there's a father here too. ഇവിടെ ഒരു ഫാദർ ഒരു പിതാവുണ്ട്. Yeah, and then we see that the woman is the mother. ഇവിടെ സ്ത്രീ അമ്മയാണ്. And so are these brothers in leadership in the local church. അതുപോലെയാണ് പ്രാദേശിക സഭയിൽ നേതൃത്വത്തിലിരിക്കുന്നതായ ആൾക്കാർ. And together we call them what? Parents, right? ഇവരെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നതാണ് father and mother are called parents. So this is the beautiful order we can see in the local church. പ്രാദേശിക സഭയിൽ നമുക്ക് കാണാവുന്ന മനോഹരമായ ഒരു വ്യവസ്ഥ ഇതാണ്. So we see that in the local church we have the elders. ഇവിടെ
പ്രാദേശിക സഭയിൽ മൂപ്പന്മാരെ കാണാൻ പറ്റും. Now why I have put it like this? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്തിക്കുന്നത് The ചോദിച്ചാൽ local church will have the leaders or the elders, but yet elders is a plurality and plurality is not equality. Yeah. Plurality is not equality. ബഹുത്വം എന്ന് പറയുന്നത് Samatvam. സമത്വമല്ല. Because though there will be 4 or 5 elders in a local church, there will be one brother who has got a kind of anointing which outstands than the other brothers in leadership. Yeah. മൂന്നാല് മൂപ്പന്മാരുണ്ടെങ്കിൽ കൂടെയും Yeah. ഒരു സഹോദരന് അല്ലെങ്കിൽ ഒരു മൂപ്പൻ ഉണ്ടായിരിക്കും. അദ്ദേഹം ഒരു മൂപ്പന്, he may have anointing by the virtue of his calling. He may have a higher anointing and maturity in his life. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ അല്പം കൂടെ ഉന്നതമായ ഒരു അഭിഷേകവും ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടായിരിക്കും. And therefore, അതുകൊണ്ട് we see that there is plurality or elders in the local church, but we see that yet one man has got an anointing which is accepted by others. പ്രാദേശിക സഭയിൽ മൂപ്പന്മാർ ഉണ്ടാകുമെങ്കിൽ കൂടെയും ഒരു വ്യക്തിക്ക് മറ്റുള്ളവർ അംഗീകരിക്കത്തക്കവണ്ണമുള്ള ഒരു അഭിഷേകം പ്രത്യേകമായി അദ്ദേഹത്തെ അവർക്ക് അല്ലെങ്കിൽ വ്യത്യസ്തപ്പെട്ട് കാണിക്കുന്നത്. And that is the reason I have put it like this. Otherwise, we can put it together as elders here. അതുകൊണ്ടാണ് ഇങ്ങനെ എത്തിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് മൂപ്പന്മാർ തന്നെയാണ്. So when we look at the local church at the outset, we see elders. It's a plurality. പ്രാദേശിക സഭയെ നോക്കിക്കൂടെ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് മൂപ്പന്മാരെന്നാണ്. Yeah, they are the leaders in the local church. അവരാണ് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന And when we look at the New Testament, പുതിയ നിയമത്തെ നമ്മൾ നോക്കുമ്പോൾ we never see one elder coming from a Bible college. ഒരൊറ്റ ഒരു മൂപ്പൻ പോലും ബൈബിൾ കോളേജിൽ നിന്ന് ഇത് കാണാൻ പറ്റുകയില്ല. You will never see in the Bible. വേദം ഒരിക്കലും കാണാൻ പറ്റില്ല. Okay? You have the book of Acts, you read it and see. You can write me letters to that. അപ്പോസ്തലപ്രവൃത്തികളുണ്ട്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട്. Now turn with me in the book of Acts. അപ്പോസ്തല പ്രവൃത്തികൾ The book of Acts. Chapter 14. 14-ാം അധ്യായം Verse 21, 22. 21. And when they had preached the gospel to the Beloved, let us love one another. For love is of God, and everyone that loveth is born of God, and knoweth God. He that loveth not, knoweth not God, for God is love. Beloved, let us love one another. Beloved, let us love one another. For love is of God, and everyone that loveth is born of God,